ഡൽഹിയിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, കഴിഞ്ഞ ദിവസം രാത്രി 8:30 ആരംഭിച്ചതാണ് ഈ യുദ്ധം. ഇപ്പോഴും അത് അനുസ്യൂതം തുടരുകയാണ്. ഡൽഹി അടക്കം ഉള്ള പ്രധാന നഗരങ്ങളിലെല്ലാം അതീവ ജാഗ്രത. പൊതുവിൽ എങ്ങനെയുണ്ട്? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജിഷ്ണു? അൽനമ്പർ, ഈ നിമിഷം വരെ പാകിസ്ഥാന്റെ അക്രമത്തിൽ യാതൊരു തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആർമി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രതിരോധ മന്ത്രാലയവും അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്നത്തെ ഈ രാത്രി ഒരു കാലത്തും പാകിസ്ഥാനും പാകിസ്ഥാന്റെ ഭരണ നേതൃത്വവും മറക്കാത്ത രീതിയിലുള്ള തിരിച്ചടികളാണ് പാകിസ്ഥാന്റെ മണ്ണിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ലാഹോറിലും ഇസ്ലാമാബാദിലും കറാച്ചിയിലും വലിയ സ്ഫോടനങ്ങൾ നടന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിൽ, അതിന്റെ സ്വഭാവം, എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്ന വിവരങ്ങൾ മാത്രമാണ് ഇനി പുറത്തു വരാനുള്ളത്. അതായത് ലാഹോർ കൂടാതെ തലസ്ഥാന നഗരമായിട്ടുള്ള പാകിസ്ഥാന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ഇസ്ലാമാബാദ്, കറാച്ചി മേഖലകളിലാണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. ഭാരതത്തിന്റെ ശക്തമായ മിസൈൽ ആക്രമണമാണ് പാകിസ്ഥാന് നേരെ ഉണ്ടായത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ ചില ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇനി എത്രത്തോളം നാശനഷ്ടമുണ്ടായി, ആ അക്രമത്തിന്റെ സ്വഭാവം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം മാത്രമാണ് പുറത്തു വരാനുള്ളത്. ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായിട്ടുള്ള തിരിച്ചടികൾ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. കര അതിർത്തിയിലും അതിശക്തമായിട്ടുള്ള വെടിവെപ്പും ഷെല്ലാക്രമണവും നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഉറി, കുപ്വാര, ബാരാമുള്ള, പൂഞ്ച് സെക്ടറുകളിൽ അതിശക്തമായിട്ടുള്ള ആർട്ടിലറി അറ്റാക്കും പാകിസ്ഥാൻ നേരത്തെ തുടങ്ങിയിരുന്നു. അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഭാരതത്തിന്റെ സൈന്യം, കരസേന ഇപ്പോൾ ഈ മേഖലയിൽ നടത്തിയിട്ടുള്ളത്. നിരവധി പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി 4-ലധികം പാക് സൈനികർ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഭാരതത്തിന്റെ സൈനികർ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ കര അതിർത്തിയിലും വ്യോമ അതിർത്തിയിലും ആകാശത്തിലും കരയിലും അപ്രഖ്യാപിത യുദ്ധം പാകിസ്ഥാനുമായി ഭാരതം നടത്തുന്ന രാത്രിയാണിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭാരതത്തിനൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഈ സമയം വരെ പാകിസ്ഥാന്റെ ഡ്രോണുകൾക്കോ മിസൈലുകൾക്കോ സാധിച്ചില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയം നൽകുന്ന വിവരം. ജമ്മു കാശ്മീരിൽ ജമ്മു സെക്ടറിൽ വലിയ ഓപ്പറേഷനാണ് പാകിസ്ഥാൻ ആസൂത്രണം ചെയ്തത്. അതായത് ജമ്മു വിമാനത്താവളം, ജമ്മു യൂണിവേഴ്സിറ്റി, സാംബ, അഗ്നൂർ മേഖലകളിൽ ജനവാസ കേന്ദ്രങ്ങൾ, ഒപ്പം പത്താൻകോട്ടിലെ സൈനിക താവളം, ഇവ കേന്ദ്രീകരിച്ചുകൊണ്ട് 50-ലധികം ഡ്രോണുകളാണ് അതിർത്തി കടന്നെത്തിയത്. പക്ഷേ ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അത് S-400 കൂടാതെ മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വളരെ ഫലപ്രദമായിക്കൊണ്ട് ഡ്രോണുകളും മിസൈലുകളും തകർക്കുകയുണ്ടായി. കൂടാതെ പാകിസ്ഥാന്റെ 4 ഫൈറ്റർ ജെറ്റുകൾ തകർത്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അത് ജയ്സാൽമീറിലും കൂടാതെ ജമ്മു സെക്ടറിലെ അഗ്നൂറിലുമായിട്ടാണ് ഈ പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ, ഭാരതത്തിന് നേരെ മിസൈൽ വർഷിച്ചുകൊണ്ടിരുന്ന ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്തിയത്. ഇതിന്റെ പൈലറ്റുമാരെ കസ്റ്റഡിയിലെടുത്തെന്ന് മനസ്സിലാക്കുന്നു. അതായത് രാജസ്ഥാൻ അതിർത്തിയായിട്ടുള്ള ജയ്സാൽമീറിലും ജമ്മു സെക്ടറിലെ അഗ്നൂറിലുമാണ് പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാത്ത നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വാർത്തകൾ മാത്രമേ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടും വലിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വ്യക്തമാക്കാവുന്ന കാര്യം, പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്നു. പാകിസ്ഥാൻ ഇനി ഭാവിയിൽ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ അത്രത്തോളം കാലം, പാകിസ്ഥാൻ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത രാത്രിയായിരിക്കും ഇന്നിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയധികം വലിയ മിസൈൽ, ഡ്രോൺ ആക്രമണം ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒപ്പം ബലൂചിസ്ഥാനിൽ വലിയ ബലൂജ് വിമോചന പോരാളികൾ വലിയ അക്രമമാണ് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ നടത്തിക്കൊണ്ട് ആ പ്രദേശം പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമായി മോചിപ്പിച്ചെടുക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് അവിടെ
ബലൂച്ച് പോരാളികൾ കടക്കുന്നുണ്ട്. അതായത് ആഭ്യന്തര പ്രശ്നം, ആഭ്യന്തര യുദ്ധവും ഒപ്പം ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുള്ള കനത്ത തിരിച്ചടി, അനാവശ്യമായിട്ടുള്ള പ്രകോപനം നടത്തിക്കൊണ്ട് ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ ഇരന്നു വാങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സാഹചര്യത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം ഇന്ന് വൈകിട്ട് പ്രതിരോധ മന്ത്രിയും ഒപ്പം വിദേശകാര്യ വകുപ്പ് സെക്രട്ടറിയും വ്യക്തമാക്കിയത് സംഘർഷം വഷളാക്കാൻ ഭാരതത്തിന് താല്പര്യമില്ല, പക്ഷേ ഇനി പ്രകോപനം സൃഷ്ടിക്കരുത്, പ്രകോപനം ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഭാരതം നൽകിയിരുന്നു. ആ മുന്നറിയിപ്പ് വകവെക്കാതെയാണ് ജമ്മു സെക്ടറിലും രാജസ്ഥാനിലെ ജയ്സാൽമീറിലും ഒപ്പം അമൃത്സറിലും പഞ്ചാബിന്റെ, അതായത് ജമ്മു കാശ്മീരിന്റെ കവാടമായിട്ടുള്ള പത്താൻകോട്ടിലെ സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത ആയുധങ്ങളുമായി അതിർത്തിയിലെത്തിയിട്ടുള്ളത്. പക്ഷേ പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും വളരെ കൃത്യമായി തടയാനും ഇല്ലാതാക്കാനും ഭാരതത്തിന് സാധിച്ചു. പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്തി. പകരം പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ലാഹോറിലും ഇസ്ലാമാബാദിലും കറാച്ചിയിലും സ്ഫോടനം നടത്താൻ ഭാരതത്തിന്റെ സ്കാൽപ്പ് മിസൈലുകൾക്കും ഒപ്പം ഡ്രോണുകൾക്കും സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ജമ്മു സെക്ടറിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായപ്പോൾ തന്നെ അംബാലയിൽ നിന്നും ഒപ്പം ജമ്മുവിൽ നിന്നും റഫേൽ ഉൾപ്പെടെയുള്ള ഭാരതത്തിന്റെ യുദ്ധവിമാനങ്ങൾ ഉയർന്നു പൊങ്ങിയിരുന്നു. ഈ യുദ്ധവിമാനങ്ങളാണ് ആകാശമാർഗം വഴിയുള്ള പ്രതിരോധത്തിനും ഒപ്പം അക്രമത്തിനുമുള്ള നേതൃത്വം നൽകുന്നത്. കര അതിർത്തിയിലും അതിശക്തമായിട്ടുള്ള വെടിവെപ്പും യുദ്ധസമാനമായ സാഹചര്യവും ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സമുദ്ര അതിർത്തിയിൽ നാവികസേനയുടെ ഭാഗത്തുനിന്ന് കറാച്ചിയും തീരം ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടായി എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്. പക്ഷേ കറാച്ചിയിൽ സ്ഫോടനം നടന്നിട്ടുണ്ട്. അക്കാര്യം ഇതിനോടകം തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കറാച്ചിയിലും സ്ഫോടനം നടന്നിട്ടുണ്ട്. അത് സമുദ്രാതിർത്തി വഴി INS വിക്രാന്ത് വഴിയോ മാത്രമല്ല, ഇസ്ലാമാബാദ്, പെഷവാർ, ലാഹോർ, റാവൽപിണ്ടി ഇവിടെയൊക്കെ ഭാരതത്തിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകളുമുണ്ടല്ലോ. അനിൽ നമ്പ്യാർ, അത്തരത്തിൽ വിവിധ പ്രദേശങ്ങളിലാണ് ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം പാകിസ്ഥാന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ഇസ്ലാമാബാദിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് സമീപം ഉഗ്രസ്ഫോടനം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. ഇതേ തുടർന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ സുരക്ഷിത ബങ്കറുകളിലേക്ക് മാറ്റി എന്ന റിപ്പോർട്ടും പാകിസ്ഥാനിൽ പുറത്തു വന്നിരുന്നു. ഇസ്ലാമാബാദിനെ കൂടാതെ തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിനെ കൂടാതെ റാവൽപിണ്ടി, ലാഹോർ, കറാച്ചി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായും മിസൈൽ ആക്രമണം നടന്നിട്ടുള്ളത്. അത് റഫേൽ യുദ്ധവിമാനങ്ങൾ വഴിയാണ് മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കറാച്ചിയിൽ നടന്നിട്ടുള്ളത് സമുദ്ര അതിർത്തി വഴിയാണോ അത്തരത്തിൽ ആക്രമണം നടന്നത് എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം മാത്രമാണ് വരാതിരുന്നിട്ടുള്ളത്. ഏതായാലും അതിശക്തമായിട്ടുള്ള തിരിച്ചടി, ഭാരതത്തിന്റെ വിരാട സ്വരൂപം പാകിസ്ഥാന് കാണിച്ചു കൊടുക്കുന്ന രാത്രിയാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തി മേഖലകളിൽ പ്രകോപനത്തിന് ശ്രമിച്ചിട്ടുള്ള പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാൻ ഭരണകൂടത്തിനും പാകിസ്ഥാൻ എന്ന രാജ്യത്തിനും അതിശക്തമായ തിരിച്ചടികൾ റഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം രാജ്യ തലസ്ഥാനത്ത് നിർണായകമായ കൂടിക്കാഴ്ചകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നിട്ടുള്ളത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനുമായി കൂടിക്കാഴ്ച നടത്തി. പിറകെ സായുധ സേനയുടെ കര, വ്യോമ, നാവികസേനകളുടെ മേധാവിമാരുമായി പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടുപിറകെയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സെവൻലോക് കല്യാൺ മാർഗിലെത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. നിലവിൽ ലഭ്യമാകുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളും തത്സമയ വിവരങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിലയിരുത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ പാരാമിലിറ്ററി ഗ്രൂപ്പുകളുമായും അവരുടെ മേധാവിമാരുമായും ഇതിനോടകം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതായത് ഇന്റേണൽ സെക്യൂരിറ്റി കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. CISF-നും CRPF-നും BSF-നും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ അക്രമങ്ങൾ നേരിടാൻ നമ്മുടെ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകളും മിസൈലുകളും തകർത്തെറിഞ്ഞത് S-400 അതായത് റഷ്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനമായിട്ടുള്ള ഭാരതം സുദർശന ചക്രം എന്ന് പേരിട്ടിട്ടുള്ള
വെച്ചിട്ടുള്ള S-400, കൂടാതെ L-70, Su-23, ഷിൽക്ക തുടങ്ങിയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചുകൊണ്ടാണ് അതിർത്തി മേഖലകളിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും വിമാനങ്ങൾ ഈ മിസൈലുകളും ഭാരതം ഇല്ലാതാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് രാത്രിയും ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ തകർത്തിട്ടുള്ളത് ജമ്മു സെക്ടറുകളിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 50-ലധികം ഡ്രോണുകളാണ് ജമ്മു സെക്ടറിൽ മാത്രം തകർത്തിട്ടുള്ളത്. ജമ്മു യൂണിവേഴ്സിറ്റി, ജമ്മു വിമാനത്താവളം, അഗ്നൂർ, സാംബ മേഖലകളിലാണ് ഈ ഡ്രോണുകൾ എത്തിയിട്ടുള്ളത്. ആ ഡ്രോണുകൾ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തെത്താതെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ മണ്ണിൽ സ്പർശിക്കാതെ നിർവീര്യമാക്കാൻ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് സാധിച്ചു. കൂടാതെ ജയ്സാൽമീറിൽ രാജസ്ഥാൻ അതിർത്തി ആക്രമിക്കാനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ നടത്തി. F-16 വിമാനമാണ് പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റാണ് ജയ്സാൽമീറിൽ മിസൈലുകൾ വർഷിച്ചുകൊണ്ടെത്തിയിട്ടുള്ളത്. ആ മിസൈലുകൾ തകർത്തു എന്ന് മാത്രമല്ല, ആ ഫൈറ്റർ ജെറ്റും ഭാരതം വെടിവെച്ച് വീഴ്ത്തി നശിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കിയത്. അത്തരത്തിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ, ഒരു പ്രഖ്യാപനമില്ലാത്ത യുദ്ധത്തിലൂടെയാണ് ഭാരതവും പാകിസ്ഥാനും നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണം, കനത്ത പ്രഹരമാണ് പാകിസ്ഥാന്റെ മണ്ണിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഇതിനോടകം ഭാരതം നടത്തിയിട്ടുള്ളത്. മിസൈൽ വർഷിച്ചുകൊണ്ട് മിസൈൽ ആക്രമണമാണ് പ്രധാനമായും ലാഹോറിലും ഇസ്ലാമാബാദിലും ഒപ്പം കറാച്ചിയിലുമെല്ലാം ഭാരതം നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ പ്രത്യാക്രമണം ശക്തമാക്കുന്നതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷ കൂടുതൽ കർശനമാക്കുന്നതിനും യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച അതിൽ വരാതിരിക്കാനും ഈ സ്ഫോടനം പോലുള്ള ഭീകരാക്രമണങ്ങൾ നടക്കാതിരിക്കാനുമുള്ള കർശന പരിശോധനയും നിരീക്ഷണവും രാജ്യത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയും മുംബൈയും ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം അതീവ സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറിന് വളരെ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കർശന പരിശോധനയാണ് വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ അതിർത്തി പങ്കിടുന്ന അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിലെ സാധാരണ പൗരന്മാർക്കുള്ള സർവീസുകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിർത്തലാക്കിയിരുന്നു. ഇപ്പോൾ ആ വിമാനത്താവളങ്ങളുടെ പൂർണ്ണ ചുമതല സൈന്യം നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. മറ്റ് വിമാനത്താവളങ്ങളിലാണ് കർശന പരിശോധന പൗരന്മാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ CISF-നും CRPF-നും BSF-ന്റെയും മേധാവിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ച നടത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ചീഫ് സെക്രട്ടറിമാർ, DGP-മാർ കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുമായും കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുരക്ഷാ ക്രമീകരണ യോഗം ചേർന്നുകൊണ്ട് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. അത് അതീവ ജാഗ്രതയോടുകൂടി പാലിക്കണം എന്നും നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ അതിശക്തമായ പ്രത്യാക്രമണം ഭീകരർക്കും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാനും നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭാരതത്തിനകത്ത് സംഘർഷം, സ്ഫോടനമുണ്ടാക്കാനുള്ള ശ്രമം ഭീകരവാദികളുടെ ഭാഗത്തുനിന്നും ഒപ്പം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന തിരിച്ചറിവും മുൻകരുതൽ നടപടിയും ഭാരതം സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള സ്ഫോടനവും അനിഷ്ട സംഭവവും രാജ്യത്തിനകത്തുണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികളാണ് ഇപ്പോൾ ഭാരതം ശക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം, അത് വ്യോമമാർഗത്തിലൂടെ മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെ വർഷിച്ചുകൊണ്ടുള്ള പാകിസ്ഥാനെ അത് പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട്. അത് പ്രതിരോധിച്ചുകൊണ്ട് ആ മിസൈലുകളും ഡ്രോണുകളും ഇല്ലാതാക്കിക്കൊണ്ട് തിരിച്ചടി അതിശക്തമാക്കിക്കൊണ്ട് പാകിസ്ഥാന്റെ നഗരങ്ങളിൽ അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. കൂടാതെ കര അതിർത്തിയിൽ അതിശക്തമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ ഉറി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭിമാനികളായ ഓരോ ഭാരതീയനെയും സംബന്ധിച്ചിടത്തോളം അല്ലേ അഭിമാനിക്കാവുന്ന ഒരു രാത്രി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു രാത്രി. നോക്കൂ, ഇപ്പോൾ യുദ്ധമാണ് നടക്കുന്നത്. നമ്മുടെ സംവിധാനങ്ങൾ അത്രമേൽ ശക്തമായിരിക്കുന്നത് കൊണ്ട് മാത്രം അതിൻ്റെ തീവ്രത നമ്മൾ അറിയുന്നില്ല. ഒരു F-16, 2 J-17, 3 ഫൈറ്റർ വിമാനങ്ങളാണ് വെടിവെച്ചിട്ടത്. അതിന് സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഭാരതത്തിൽ രക്തപ്പുഴ ഒഴുകിയേനെ. നമ്മൾ യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിർത്തിയിൽ സൈന്യം ഹിമാലയം പോലെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് സുരക്ഷിതമായി
ഉറങ്ങുന്നത്. നമ്മളൊക്കെ ഉറങ്ങാൻ പോകുന്നത് ആ കൈക്കരുത്തിൻ്റെ ബലത്തിലാണ് അല്ലേ? പോരാട്ടഭൂമിയിലെ വീര സൈനികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയത്ത്. ഗൗതം, ഈ യുദ്ധം എത്ര നേരം നീണ്ടു നിൽക്കും? അനിൽ നമ്പ്യാർ, ഈ യുദ്ധം എത്ര നേരം നീണ്ടു നിൽക്കും എന്നതിന് ഒരു ഉത്തരം ഇല്ല. കാരണം അത്രത്തോളം വലിയ സംഘർഷം അതിർത്തിയിൽ ഈ ഘട്ടത്തിലും ഈ രാത്രി 1 മണി സമയത്തും നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന ആശങ്ക ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ കരമാർഗം വീണ്ടും വെടിവെപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയും വൈകുന്നേരങ്ങളിലുമെല്ലാം ആകാശ യുദ്ധമാണ് നടന്നതെങ്കിൽ ഇപ്പോൾ നൌഷേര, ബാരാമുള്ള, പൂഞ്ച് സെക്ടറുകളിൽ വീണ്ടും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ വെടിവെക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഭാരതത്തിന്റെ പ്രത്യാക്രമണം നിയന്ത്രണ രേഖയിലും രാജ്യാന്തര അതിർത്തിയിലും നടക്കുകയാണ്. അങ്ങനെ കരമാർഗമുള്ള ഷെല്ലിംഗ് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. രൂക്ഷമായ ഏറ്റുമുട്ടൽ കരമാർഗം നടക്കുന്നു. നേരത്തെ ആകാശമാർഗമുള്ള യുദ്ധമാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ലൈവ് ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കര, വ്യോമ, നാവിക സേനകൾ ഒരുപോലെ ആക്ഷനിലുള്ള ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാവികസേനയുടെ പ്രത്യാക്രമണം കറാച്ചി ലക്ഷ്യമിട്ട് നടന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ 3 സേനാ വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭാരതത്തിന് വേണ്ടിയുള്ള പ്രത്യാക്രമണം നടത്തുന്നു. പാകിസ്ഥാനെ ഛിന്ന ഭിന്നമാക്കുന്ന വലിയ പോരാട്ടം നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതിനാൽ ഈ യുദ്ധത്തിന്റെ അവസാനം എപ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം എപ്പോഴാണ് ഭാരതം അവസാനിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. പാകിസ്ഥാൻ എന്ത് നിലപാടിനെയും നാളത്തെ പുലരിയിൽ സ്വീകരിക്കും എന്നതുകൂടി വളരെ സുപ്രധാനമാകും. കാരണം ഇന്നത്തെ ഈ രാത്രി കഴിഞ്ഞ് നാളെ സൂര്യോദയത്തിന്റെ സമയത്ത് മാത്രമേ ഇതിന്റെ നാശനഷ്ടങ്ങൾ പാകിസ്ഥാന് ഉൾപ്പെടെ മനസ്സിലാകത്തുള്ളൂ. കാരണം രാത്രി കാലങ്ങളിലാണ് ഈ മിസൈലുകൾ ഹിറ്റ് ചെയ്തിരിക്കുന്നത് പല സ്ഥലങ്ങളിലും. ഭാരതത്തിലേക്ക് വലിയ ആക്രമണം പാകിസ്ഥാൻ അഴിച്ചുവിട്ടുവെങ്കിലും നമ്മുടെ പ്രതിരോധ സംവിധാനം കൂടുതൽ കരുത്തുള്ളതായതിനാൽ അതൊന്നും തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നില്ല. ജമ്മു വിമാനത്താവളമാണെങ്കിലും ജമ്മു യൂണിവേഴ്സിറ്റി ആണെങ്കിലും കൂടാതെ രാജസ്ഥാനിലെ ജയ്സൽമീർ, അതോടൊപ്പം തന്നെ പഞ്ചാബിലെ അമൃത്സർ നഗരം, ഇതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാന്റെ മിസൈലുകളും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഡ്രോൺ വിമാനങ്ങളും വന്നുവെങ്കിലും അതിനെയെല്ലാം ആകാശമാർഗത്തിൽ വെച്ച് തന്നെ തകർക്കുവാൻ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചു. എന്തായാലും ഭാരതത്തിന്റെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ മണിക്കൂറുകൾ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിലെ തന്നെ 4ാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഭാരതം. ലോകത്തിലെ സൈന്യത്തിന്റെ ശക്തി അളക്കുന്ന വേൾഡ് ഫയർ പവർ റാങ്കിങ്ങിലെ 4ാമത്തെ സൈനിക ശക്തി ഭാരതമാണ്. 12ാം സ്ഥാനത്ത് മാത്രമാണ് പാകിസ്ഥാൻ ഉള്ളത്. അതിനാൽ തന്നെ ഭാരതത്തിന്റെ സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ അത്രത്തോളം കരുത്തുറ്റതാണ്. അതിപ്പോൾ നമ്മുടെ വ്യോമ പ്രതിരോധ രംഗത്തുള്ള നമ്മുടെ പ്രതിരോധം തന്നെ അതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. പാകിസ്ഥാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ആഭ്യന്തര സംഘർഷം വളരെ രൂക്ഷമാവുകയാണ്. ഇപ്പോൾ ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ കൊറ്റ പിടിച്ചെടുത്തുവെന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി വ്യക്തമാക്കുന്നത്. നമുക്കറിയാം പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് ബലൂചിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിമോചന പോരാട്ടം. 1948 വരെ ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്ന ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ അനധികൃതമായി കൈയടക്കുകയായിരുന്നു. ചൈന എങ്ങനെയാണോ ടിബറ്റിന് മേൽ ആധിപത്യം സ്ഥാപിച്ചത് എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാൻ ആധിപത്യം സ്ഥാപിച്ചെടുത്ത ഒരു ഭൂപ്രദേശമാണ് ബലൂചിസ്ഥാൻ എന്നുള്ളത്. വർഷങ്ങളായി തന്നെ ആ പ്രദേശത്തെ ജനങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് മോചനം വേണമെന്നത് അവരുടെ ആവശ്യമാണ്. കാരണം ഒരുപാട് ഖനികളും അതോടൊപ്പം തന്നെ സ്വർണവും ഒക്കെ രൂപപ്പെടുന്ന ഒട്ടനവധി പ്രകൃതിദത്തമായ ഒരു സ്ഥലം കൂടിയാണ് ഈ ബലൂചിസ്ഥാൻ എന്നുള്ളത്. പക്ഷെ അവിടുത്തെ പ്രകൃതി വിഭവങ്ങളെല്ലാം ചൂഷണം ചെയ്യുന്നത് ചൈനയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ വരേണ്യവർഗവുമാണ്. അല്ലെങ്കിൽ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള പണക്കാർ അതെല്ലാം ചൂഷണം ചെയ്യുന്നു എന്ന വികാരമാണ് ബലൂചിസ്ഥാനിലെ സാധാരണക്കാർക്കുള്ളത്. അതിനാൽ പാകിസ്ഥാന്റെ രാഷ്ട്രീയ ആധിപത്യത്തിൽ നിന്നും തങ്ങൾക്ക് മോചനം വേണം എന്നതാണ് ബലൂചിസ്ഥാനിലെ സാധാരണക്കാരുടെ ആവശ്യം. ആ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പോരാട്ടം നടത്തുന്ന വിമോചന സംഘടനയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. അതായത് പാകിസ്ഥാൻ മണ്ണിൽ ഒരു പുതിയ രാജ്യം ഉദയം ചെയ്താലും അത്ഭുതപ്പെടാനില്ല അല്ലേ? അങ്ങനെ തന്നെ കരുതാം. പാകിസ്ഥാനിലെ 6 പ്രദേശങ്ങളിലാണ് ബലൂച്ച് വിമോചന പോരാളികൾ ആക്രമണം അഴിച്ചു വിട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ കൊറ്റ പിടിച്ചെടുത്തു. കൊറ്റയിൽ നിന്ന് പാക് സൈന്യം പിൻവാങ്ങി എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ടല്ലോ.
അനിൽ നമ്പ്യാർ, ഒരു പുതിയ രാഷ്ട്രം രൂപപ്പെടാനുള്ള സാധ്യതകൾ, അതായത് യഥാർത്ഥത്തിൽ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. അതിനുമേലൊരു പാകിസ്ഥാൻ നടത്തിയ ഒരു അധിനിവേശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനാൽ തന്നെ ആ വിമോചനം പോരാട്ടം അത് ഫലം കാണുകയാണെങ്കിൽ തീർച്ചയായും പാകിസ്ഥാനിൽ നിന്നും മോചിതരായി ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഈ ഏതാണ്ട് 76 വർഷങ്ങൾക്ക് ശേഷം ബലൂചിസ്ഥാൻ വീണ്ടും മാറും എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം പാകിസ്ഥാനിലെ 5 പ്രവിശ്യകളിൽ ഏറ്റവും വിശാലമായ പ്രവിശ്യകളിൽ ഒന്നാണ് ഈ ബലൂച്ച് പ്രവിശ്യ എന്നുള്ളത്. മാത്രമല്ല പാകിസ്ഥാന്റെ സ്വത്തുക്കൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം റിസോഴ്സസുകൾ ഉള്ള ഒരു മണ്ണ് കൂടിയാണ് ഈ പറയുന്ന ബലൂചിസ്ഥാൻ എന്നുള്ളത്. അതിനാൽ തന്നെ ബലൂചിസ്ഥാന്റെ ഭരണം കൈവിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പ്രകമ്പനം കൊള്ളിക്കും, അല്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ ബലൂചിസ്ഥാന്റെ ഈ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം അതൊരു ഭാഗത്ത് ശക്തമാകുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് ഈ ഖൈബർ പഖ്തൂൺ മേഖലയിൽ പാക് താലിബാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഭീകരാവസ്ഥ. കാരണം പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന അയൽ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അവിടെ ഒരു അതിതീവ്ര ശരീഅത്ത് നിയമം അനുശാസിക്കുന്ന മുസ്ലിം ഭരണം അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. താലിബാൻ ആ നാടിന്റെ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ്. അതിനാൽ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺ എന്ന് പറയുന്ന പ്രൊവിൻസ്, ആ പ്രവിശ്യയും ഈ അഫ്ഗാനിസ്ഥാന് സമാനമായി മറ്റൊരു ശരീഅത്ത് നിയമം അനുശാസിക്കുന്ന രാജ്യമായി അത് മാറണമെന്നതാണ് പാക് താലിബാന്റെ ആഗ്രഹം. അതിനാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ പിന്തുണയോടുകൂടി പാകിസ്ഥാനിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാക് താലിബാൻ അത് ഒരു ഭാഗത്ത് വലിയ ഭീഷണിയായി പാകിസ്ഥാന് നിൽക്കുന്നു. അങ്ങനെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് ഇപ്പോൾ ഭാരതവുമായി അനാവശ്യമായ ഒരു സംഘർഷത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചത്. എന്തായാലും അതിപ്പോൾ വലിയ തിരിച്ചടിയായി പാകിസ്ഥാന് മാറുകയാണ്. വ്യാപകമായ ആക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ഈ രാത്രിയിൽ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യഘട്ടം നടന്നത്. POJKയിലെ 5-ഉം പഞ്ചാബ് പ്രൊവിൻസിലെ 4 ഭീകര കേന്ദ്രങ്ങളാണ് ഭാരതം ലക്ഷ്യമിട്ടത്. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹൽപൂരും അതുപോലെ തന്നെ ലഷ്കർ-ഇ-തോയ്ബയുടെ ആസ്ഥാനമായ മുറീക്കെ, അതുപോലെ ഹിസ്ബുൾ മുജാഹിദീന്റെ സിയാൽകോട്ടിലെ പരിശീലന കേന്ദ്രത്തിലുമെല്ലാം ഭാരത സൈന്യത്തിന്റെ മിസൈൽ ആക്രമണം നടന്നിരുന്നു. അതിന് പിന്നാലെ ഇന്നിപ്പോൾ സൈന്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലായി ഇത് മാറി. അതിന്റെ ഭാഗമായാണ് ഈ യുദ്ധം നമ്മളിപ്പോൾ അത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. ഐസൺ ജോസിലേക്ക് പോവുകയാണ്. ഐസൺ, കാര്യങ്ങൾ കൈവിട്ട നിലയിൽ ആണ്. എന്തും സംഭവിക്കാം. ഓരോ നിമിഷവും സംഭ്രമജനകമാണ്. നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ ഈ യുദ്ധം എപ്പോഴവസാനിക്കും എന്ന് പറയാറായിട്ടുള്ള കനത്ത നാശനഷ്ടമാണ് പാകിസ്ഥാനുണ്ടായിരിക്കുന്നത്. മാത്രമല്ല പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുന്നു. ബലൂച്ച് വിമോചന പോരാളികൾ അവർ കൊറ്റ പിടിച്ചെടുത്തിരിക്കുന്നു. മറ്റ് 6 പ്രദേശങ്ങളിൽ അവരുടെ പോരാട്ടവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം, അതായത് പുറത്തു നിന്നുള്ള സമ്മർദ്ദം, പുറത്തു നിന്നുള്ള ആക്രമണം, ഭാരതത്തു നിന്നുള്ള ആക്രമണം, അകത്ത് നിന്നുള്ള ആക്രമണം, ബലൂജുകളുടെ ആക്രമണം, ഇതൊന്നും സഹിക്കവയ്യാതെ പാക് പ്രധാനമന്ത്രി തന്നെ ഒളിവിൽ പോകുന്ന ഒരു അവസ്ഥ. മാത്രമല്ല പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പാക് കരസേന മേധാവി അയാൾ ഒന്നിനും കൊള്ളരുതാത്തവനായതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്നു, അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്ത് വരുന്നുണ്ട്. പാകിസ്ഥാൻ്റെ പതനം, അതിൻ്റെ ആദ്യ പടിയായി ഈ രാത്രി യുദ്ധത്തെ നമുക്ക് കാണാനാവുമോ ഐസൺ? തീർച്ചയായും നമ്പ്യാർ, ഈ രാത്രി യുദ്ധത്തെ നമ്മൾ കാണേണ്ടത് പാകിസ്ഥാൻ്റെ പതനത്തിനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് എന്നാണ് പ്രാഥമികമായി നിരീക്ഷിക്കേണ്ടത്. നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാന് അതിശക്തമായ ഒരു ആക്രമണം പാകിസ്ഥാനെതിരെ 71-ൽ നടക്കുകയും അതുപോലെ കറാച്ചി പോർട്ടിലെല്ലാം തന്നെ കടുത്ത ആക്രമണം നടക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ബംഗ്ലാദേശ് എന്ന ഒരു രാജ്യം തന്നെ ഉണ്ടാവുകയും കിഴക്കൻ പാകിസ്ഥാനെ പൂർണ്ണമായും രാജ്യത്തിൻ്റെ നിയന്ത്രണം കിഴക്കൻ പാകിസ്ഥാനായി വിഭജിക്കുന്ന ഒരു സാഹചര്യം വിഭജിച്ചു പോവുകയും ബംഗ്ലാദേശ് എന്ന ഒരു രാജ്യമുണ്ടാവുകയും ചെയ്യുന്നത്. സമാന രീതിയിലുള്ള ഒരു ആക്രമണം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഈ ആക്രമണത്തെ, അതായത് 71-ൽ എന്താണോ നടന്നത്, 71-ൽ ആക്രമണം നടക്കുമ്പോൾ ആ ആക്രമണം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇടപെട്ട സംവിധാനം എന്ന് പറയുന്നത്, എൻ്റെ അടിസ്ഥാന ധാരണ എന്ന് പറയുന്നത് സിംല കരാറാണ്. സിംല കരാർ ഇപ്പോൾ
ഏകപക്ഷീയമായി പാകിസ്ഥാൻ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഈ പ്രശ്നങ്ങളുണ്ടായതിനു ശേഷം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് കർശനമായ സൈനിക നടപടി ഉണ്ടായപ്പോൾ സിംല കരാറിൽ നിന്നും പാകിസ്ഥാൻ ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു. അത്തരത്തിൽ സിംല കരാറിൻ്റെ ഭാഗമായുള്ള പല സംവിധാനങ്ങളും ഇനി നിലനിൽക്കുന്നില്ല എന്ന നിലപാട് പാകിസ്ഥാൻ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ആ യുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും നിലവിലെ സാഹചര്യത്തിൽ ബലൂജ് ലിബറേഷൻ ആർമിയുടെ കൊറ്റ പിടിച്ചെടുത്ത നീക്കങ്ങൾ നടക്കുകയും അത്തരത്തിലുള്ള നിരവധിയായ നീക്കങ്ങൾ നടന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 5 പ്രവിശ്യകളിലെ ആ പ്രവിശ്യകൾ, അതായത് പ്രധാന പ്രവിശ്യകളെല്ലാം തന്നെ ചേർന്ന ആ 5 പ്രവിശ്യകളെല്ലാം തന്നെ പലതരത്തിലുള്ള ആശയപ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ രാജ്യവുമായി ചേർന്ന് പോകുന്നതിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടർച്ചയായുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ആ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ആ ബലൂജ് ലിബറേഷൻ ആർമി ഇടപെടുകയും ചെയ്ത ഒരു സാഹചര്യം ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ, അതായത് ലാഹോറിലും കറാച്ചിയിലുമെല്ലാം തന്നെ ശക്തമായ ആക്രമണം ഭാരതം നടത്തുന്ന സാഹചര്യത്തിൽ തന്നെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തു. ബലൂജ് ലിബറേഷൻ ആർമി നേരത്തെ തന്നെ പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തിയിരുന്നു. 71 ഓർമ്മ വേണം, 71ൻ്റെ അവസ്ഥ ഓർമ്മ വേണമെന്നെല്ലാം തന്നെ കൃത്യമായ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു, അല്ലെങ്കിൽ സൂചനകൾ നൽകിയിരുന്നു. ആ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് കർശനമായ നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ശക്തമായ ഒരു ആക്രമണം ബലൂചിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന്, ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അവിടെ നിന്നും ബലൂജ് മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം തിരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത്തരത്തിലുള്ള നിരവധിയായ സംഭവവികാസങ്ങൾ ഒരു ചരിത്രത്തിൻ്റെ ആവർത്തനമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും പാകിസ്ഥാൻ ഒരു ശിഥിലീകരണത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. അത്തരത്തിലുള്ള ഒരു സൂചന തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെ വീടിന് തൊട്ടടുത്ത് നടന്ന ഒരു ആക്രമണത്തിൽ ഒരു ബോംബ് സ്ഫോടനമുണ്ടായതോടെ പ്രധാനമന്ത്രി ബങ്കറിൽ ഒളിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ചിലർ രാജ്യം വിട്ടു പോയി എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ബങ്കറിലേക്ക് മാറി എന്നുള്ള സൂചന മാത്രമാണ് ഒരു അല്പമെങ്കിലും സ്ഥിരീകരിക്കാവുന്നൊരു വിവരമായി പുറത്തു വന്നിരിക്കുന്നത്. ദിവസങ്ങളിലൊക്കെ എന്തൊരു വിരട്ടലും ഭീഷണിയുമായിരുന്നു അല്ലേ? ഭാരതത്തെ അങ്ങ് തീർത്ത് കളയും എന്ന് പറഞ്ഞിറങ്ങി തിരിച്ച പാക് പ്രധാനമന്ത്രി ഇപ്പോൾ ബങ്കറിൽ ഒളിക്കേണ്ട ഗതികേട്. മാത്രമല്ല, പാക് കരസേനാ മേധാവി അസിം മുനീർ, അദ്ദേഹം ചിത്രത്തിലേയില്ല, അദ്ദേഹത്തെ പിടിച്ചു മാറ്റണം എന്ന അഭിപ്രായം അവിടെ തന്നെ ഉയർന്നിരിക്കുന്നു. പാക് പാളയത്തിൽ പട, അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഇത് പാകിസ്ഥാൻ്റെ ദുരന്തത്തിലേക്കുള്ള, പാകിസ്ഥാൻ്റെ പതനത്തിലേക്കുള്ള ആദ്യ പടിയല്ലേ ഈ രാത്രി യുദ്ധം? തീർച്ചയായും ഏപ്രിൽ 16-നാണ് പാകിസ്ഥാൻ്റെ നിലവിലെ കരസേന മേധാവി ഇപ്പോൾ പുറത്താക്കപ്പെട്ടു എന്ന് അറിയിക്കപ്പെടുന്ന, അല്ലെങ്കിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു എന്ന് അറിയിക്കപ്പെടുന്ന ആ പാകിസ്ഥാൻ്റെ കരസേന മേധാവി അസിം മുനീറിൻ്റെ ഭാഗത്തു നിന്ന് അസിം മുനീർ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയാണ് ഈ പ്രശ്നങ്ങൾ കലുഷിതമാക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് പിന്നാലെ 22-ാം തീയതി ഈ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു, പഹൽഗാം ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തിൻ്റെ ഭീകരത അതിശക്തമായൊരു ഭീകര സ്വഭാവത്തിലുള്ള ആക്രമണമായി മാറുകയും അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ, ഭാരതത്തിന് നേരെയുണ്ടായ പാകിസ്ഥാൻ്റെ പിന്തുണയോടെ നടന്ന ആക്രമണങ്ങളിൽ ഏറ്റവും ശക്തമായതും വലുതുമായ ഒരു ആക്രമണമായിരുന്നു പഹൽഗാമിൽ നടന്നത്. സ്വാഭാവികമായും അതിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഭാരതം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഈ ആക്രമണം നടന്ന് ദിവസങ്ങൾക്കകം തന്നെ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നതിലും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചന നൽകിയിരുന്നു. ഇപ്പോൾ ആ പ്രതീക്ഷിച്ചതിലും വലിയ തിരിച്ചടി, പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പ്രതീക്ഷിച്ചതിലും വലിയൊരു തിരിച്ചടി പാകിസ്ഥാൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 9 കേന്ദ്രങ്ങളിൽ, അതായത് പാകിസ്ഥാൻ്റെ 9 ഭീകരവാദ പിന്തുണ നൽകുന്ന കേന്ദ്രങ്ങളിലാണ് നേരത്തെ ആക്രമണം, അതായത് ഇന്നലെ ആക്രമണം നടന്നത് എങ്കിൽ ഇന്ന് അതിൻ്റെ സ്വഭാവം പൂർണ്ണമായും മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ്റെ വാണിജ്യ രംഗവും അതുപോലെ തന്നെ സൈനിക സംവിധാനങ്ങളുമുള്ള, പാകിസ്ഥാൻ്റെ നെർവായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആ സംവിധാനങ്ങളെ മുഴുവൻ തകർക്കാനുള്ളൊരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. കറാച്ചി എയർപോർട്ടിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു, അതുപോലെ കറാച്ചി തുറമുഖ ആക്രമണം ഉണ്ടായിരിക്കുന്നു, അതുപോലെ തന്നെ നിരവധി മേഖലയിൽ ലാഹോറിലെ എയർപോർട്ടിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എല്ലായിടത്തും ഡ്രോൺ ആക്രമണങ്ങൾ കൃത്യമായി നടന്നിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് സൂചിപ്പിക്കാവുന്നത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ കൂടി പ്രതിരോധം ഉണ്ടാവുകയും ചെയ്തതോടെ നമുക്ക് സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാൻ ഏതാണ്ട് തകരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു വിദേശ നയതന്ത്ര ഇടപെടൽ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിശക്തമായി ഉണ്ടാവുകയും ചെയ്തു. അത് യൂറോപ്യൻ യൂണിയൻ്റെ
ബന്ധപ്പെട്ട വിദേശകാര്യ കമ്മീഷനുമായും വിദേശകാര്യ റെപ്രസെൻറ്റേറ്റീവുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ മാർക്കോ റൂബിയോയുമായി സംസാരിച്ചിരുന്നു. മാർക്കോ റൂബിയോ പാകിസ്ഥാനിലെ ബന്ധപ്പെട്ട അധികാരികളുമായി ഇക്കാര്യം സംസാരിക്കുകയും ഉടൻ തന്നെ പ്രശ്നങ്ങളിൽ നിന്ന് പിന്തിരിയണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു യുദ്ധ സാഹചര്യത്തിൽ നിന്ന് പിന്തിരിയാനുള്ള ശ്രമം നടത്തണമെന്നൊരു നിലപാട് അറിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇറ്റലിയുടെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായും എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി, അല്ലെങ്കിൽ ടെലിഫോണിൽ സംസാരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഒരേ സമയം ഇത്തരത്തിലുള്ള സൈനികാക്രമണം ശക്തമായി നടത്തുന്ന അതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ ഇത്തരം ഭീകര അനുകൂല നീക്കങ്ങൾക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി എസ് ജയശങ്കർ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി സംസാരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായാണ് മാർക്കോ റൂബിയോയുമായി സംസാരിച്ചത്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായാണ് ഇറ്റാലിയൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായി സംസാരിച്ചത്, യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി സംസാരിച്ചത്. അത്തരത്തിൽ എല്ലാ രാജ്യങ്ങളും, അതായത് മാർക്കോ റൂബിയോ ആകട്ടെ, അതുപോലെ തന്നെ ലോക രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ ഭീകരതയെ അനുകൂലിക്കുന്ന നിലപാടിനെ ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ UN സെക്യൂരിറ്റി കൗൺസിലും വലിയൊരു തിരിച്ചടി ഈ പാകിസ്ഥാൻ ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു പ്രമേയം പാസ്സായില്ല, അത് ചില സാങ്കേതിക വശങ്ങൾ പ്രമേയം പാസ്സാകുന്നത് സംബന്ധിച്ചുണ്ട്. സ്വാഭാവികമായും നമുക്ക് അറിയാവുന്നതാണ്, പ്രമേയം പാസ്സാക്കണമെങ്കിൽ പാസ്സായാൽ അത് വീറ്റോ ചെയ്യാനുള്ള അധികാരം സ്ഥിരാംഗങ്ങൾക്കുണ്ട്. ഐക്യരാഷ്ട്രസഭ UN സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗങ്ങൾക്കുണ്ട് എന്നതാണ് ഈ ഒരു വീറ്റോ അധികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുള്ളതിനാൽ ആ വീറ്റോ അധികാരം പ്രയോഗിച്ച് പാകിസ്ഥാനെതിരെ എന്തെങ്കിലും പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ ചൈന വീറ്റോ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രമേയത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായ രീതിയിൽ ഭാരതത്തിന് അനുകൂലമായ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ വീറ്റോ ചെയ്യാൻ ചൈനയും, അതുപോലെ തന്നെ പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ മറ്റു ലോകരാഷ്ട്രങ്ങൾ, അതായത് അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അമേരിക്ക, റഷ്യ, അതുപോലെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ, യുണൈറ്റഡ് കിങ്ഡം ഉൾപ്പെടെ, അതായത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വാഭാവികമായും ഭാരതത്തിന് അനുകൂലമായ നിലപാട് ഈ പാകിസ്ഥാൻ്റെ തീവ്രവാദ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായി സ്വീകരിച്ചിരുന്നു. സ്വാഭാവികമായും ഈ 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം ഐക്യരാഷ്ട്രസഭയുടെ പാകിസ്ഥാൻ അനുകൂലമായ ഒരു പ്രമേയമുണ്ടെങ്കിൽ അതും വീറ്റോ ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ വീറ്റോ പവർ നിലനിൽക്കുന്ന ഒരു സാഹചര്യം UN സെക്യൂരിറ്റി കൗൺസിലിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ശക്തമായൊരു പ്രമേയം ഉണ്ടായില്ല എങ്കിൽ കൂടി പാകിസ്ഥാൻ്റെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന നിലപാടിനെ കർശനമായി എതിർക്കുന്നൊരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന്, ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി ഇന്നലെ വിക്രം മിശ്രി വ്യക്തമാക്കിയത് തന്നെ ഈ പാകിസ്ഥാൻ അവരുടെ ഭീകര ഫണ്ടിങ് നടത്തുന്ന, ഭീകരതയെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും സ്വാഭാവികമായും അവരെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കിയിരുന്നു. ഈ പാകിസ്ഥാനെ ഒഴിവാക്കുന്നതിനെ പാകിസ്ഥാൻ അവ്യക്തമായ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന് നൽകിയത് എന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് തന്നെ വളരെ കൃത്യമായി ഭാരതത്തിൻ്റെ നയതന്ത്ര വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യം എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്നു.